നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. മേ ബി യൂഷ്വൽ, അൺയൂഷ്വൽ അല്ലെങ്കിൽ പൊങ്കാലിടാനൊന്നും വരരുത് ട്ടോ. ഇത് കേട്ടിട്ട് ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എക്സെട്ര. സോ ഇന്നലെ അതായത് ഇന്നലെ ആക്ച്വലി 2/22 നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മൾ ഏറ്റവും നല്ല സമയം അതായത് എത്രത്തോളം നമ്മളുടെ മൈൻഡ് കാമായിരിക്കുന്നുവോ അത്രത്തോളം നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, കുറേ കൂടി നമ്മളുടെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും, മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനെപ്പോഴും ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഈ പല പേരുകളിൽ പറയും ഇങ്ങനെ ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുക. പണ്ട് ഈ പഠിക്കാനായിട്ടൊക്കെ ബ്രാഹ്മിൻസൊക്കെയും ഈ സമയത്തൊക്കെ എഴുന്നേറ്റിരുന്നതായിട്ടൊക്കെ ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈം, ആ സമയം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങുന്ന, പ്രശ്നങ്ങളൊന്നുമില്ല, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ഇരിക്കുന്ന ആ മൊമെൻറ്റിൽ മറ്റൊന്നിനെ പറ്റി നമുക്കൊരു ചിന്തയുണ്ടാവില്ല. നമ്മൾ വളരെ ഫ്രഷ് ആയിരിക്കും. നമുക്കപ്പോൾ കുറേ കൂടി കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനതിനെ വേറെ എൻ്റെ ഒരു ഭാവനയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ബാക്കി ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, എൻ്റെ ഒരു വേർഷനായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഈ ഫോൺ കോൾ യൂസ് ചെയ്യുമ്പോൾ ഡേ ടൈമിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. പക്ഷേ നമ്മൾ നൈറ്റ് ടൈം, മിഡ് നൈറ്റ് ടൈമൊക്കെയാണ് ഫോൺ കോൾസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ വളരെ പ്രോപ്പറായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആ നേരത്ത് ഒരു തരത്തിലുള്ള തടസ്സങ്ങൾ, ഇപ്പം ഞാൻ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ, ഫാമിലീനെ വിളിക്കുമ്പോൾ ഡേ ടൈമിലാണെങ്കിൽ ചിലപ്പോൾ കേൾക്കാനായിട്ട് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ റേഞ്ച് പോകലും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് നൈറ്റ് ടൈമിലാണ് വിളിക്കണമെങ്കിൽ, അതിപ്പോൾ ഒരു 10 മണി തൊട്ടുള്ള സമയം അല്ലെങ്കിൽ എങ്ങനെയാണോ അത് വിളിച്ചു കഴിഞ്ഞാൽ ആ നേരത്താണ് നമ്മൾ സംസാരിക്കണമെങ്കിൽ വളരെ ക്ലിയർ ആയിരിക്കും ആ കണക്ഷൻ. ഈ പറഞ്ഞ പോലെയാണ് യൂണിവേഴ്സ് നമ്മളും തമ്മിൽ ഏറ്റവും ഭംഗിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് 3 മണിയാണ്. അപ്പോൾ എനിക്ക് ഒരു നേരമെങ്കിലും, ഞാൻ ആക്ച്വലി ഏർലി മോർണിംഗ് എണീക്കണേ ആളല്ല കേട്ടോ. സാഹചര്യങ്ങളല്ലാതെ അതായത് നമ്മളുടെ 10, 12 വളരെ ടേണിംഗ് പോയിന്റ് ആയിട്ടൊക്കെ പറയുന്ന സമയമുള്ളൂ. ആ നേരത്ത് പോലും ഞാൻ പഠിക്കാനായിട്ട് രാവിലെ എണീക്കില്ല. എനിക്ക് രാത്രിയാണ് ഇഷ്ടം. രാത്രി കണ്ടിന്യൂസ്ലി 2-3 മണി വരെയൊക്കെ എനിക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ ഒരു കാരണവശാലും ഞാൻ നേരത്തെ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കില്ല. ഇതുപോലെ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്നലെ ഞാനിങ്ങനെ കിടക്കണതിന് മുന്നേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം എഴുന്നേറ്റ് ചെയ്ത് നോക്കണം എന്നുള്ളത്. ഓക്കെ, സോ ഞാൻ ഇന്നലെ കിടന്നു. യൂഷ്വൽ ടൈമിൽ ഞാൻ കിടക്കണ നേരത്തെ കിടന്നു. പക്ഷേ കറക്റ്റ് 2:45 ആയപ്പോഴേക്കും എൻ്റെ ചെവിട്ടിലൊരു കൊതുക് പോയി. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രാക്ഷൻ വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് അത് ജസ്റ്റ് പുറത്തേക്ക് പോയി. പക്ഷേ ഒരു ഇറിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ 2:45 മണിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് അതായത് 2:45, 3 മണി ആകാൻ പോവാണ്, എന്തായാലും എഴുന്നേറ്റ് എന്നാൽ പിന്നെ ഈ ഒരു ടൈമിന് മെഡിറ്റേറ്റ് ചെയ്താലോ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു. സോ ഞാനപ്പോൾ ജസ്റ്റ് ഫോൺ, നമ്മൾ എന്തായാലും കണ്ണു തുറന്ന ഫോൺ എടുത്ത് നോക്കില്ല. ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മറ്റൊരു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക്, അതിൻ്റെ ഒരു ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു മെഡിറ്റേഷൻ്റെ ഒരു ഹീലിംഗ് പ്രോസസ്സ് സംതിങ് ലൈക്ക് അത് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യണതും അതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതായത് ഇപ്പോൾ ഞാൻ ഇത് വെറുതെ പറയണതാണ്, അല്ലെങ്കിൽ ഇത് തോന്നിയതാണ്, അല്ലെങ്കിൽ വീഡിയോ റേറ്റ് കൂടാനാണ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളുടെ ചിന്താഗതി അനുസരിച്ച് നമുക്കിതെടുക്കാം. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ വളരെ ഒരു സന്തോഷവും അതെനിക്ക് വേണ്ടിയുള്ളതാണെന്നുള്ളൊരു തോട്ട് വന്ന് അതിനുശേഷം ഞാനത് എടുത്തു വെച്ചു. കുറച്ച് നേരം ഞാൻ മെഡിറ്റേറ്റ് ചെയ്തു. ഒരു 15 മിനിറ്റ് ഞാൻ ഇരുന്നുള്ളൂ. പക്ഷേ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് അത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ എക്സ്പീരിയൻസാണ്. എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നില്ല, തികച്ചും വ്യക്തിപരം. അതായത് ഒന്നും ഉണ്ടായിട്ടല്ല, അതായത് കണ്ട കാര്യം ഞാൻ പറയുന്നില്ല. ഞാനിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ നേരത്ത് കുറച്ചധികം വിഷ്വൽസ് ക്ലിയർ ആയിരുന്നു. ഞാനതെല്ലാം മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേണ്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണ പോലെ. അപ്പോൾ ഇത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് ഞാൻ മെഡിറ്റേഷൻ നടത്തി. കാരണം എനിക്ക് അധികം നേരം ഇരിക്കാനായിട്ട് ഇത് അത് വല്ലാത്തൊരു അവസ്ഥയാട്ടോ. ഒരു വല്ലാത്തൊരവസ്ഥയാണ്. സോ അങ്ങനെ ഇരുന്നു. അതിന് ശേഷം ഞാനിതെല്ലാം കൂടി കണക്ട് ചെയ്ത് വെച്ചപ്പോൾ എനിക്കതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഞാനിതൊന്നും ഇവിടെ ഷെയർ ചെയ്യാത്തത് തികച്ചും പേഴ്സണലി എൻ്റെ ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ്. പിന്നെ അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കത് എങ്ങനെ എടുക്കണം എന്നൊന്നുമില്ല. സോ ഞാൻ പറഞ്ഞു വരുന്നത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ തീർച്ചയായിട്ടും കുറേ കൂടിയൊക്കെ ഇതിനോട് ഇൻവോൾവഡ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ടുകൾ വേണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണമെന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും
കുറേ കൂടി റിസ്ക് എടുത്തെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ചലഞ്ചായിട്ട് ഓരോന്നെടുത്ത് യൂണിവേഴ്സിനോട് അറ്റാച്ച്ഡ് ആകുക എന്നുള്ളത് തന്നെയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേൻ്റെ അന്നാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ വൈറലാവുന്നത്, ഒരുപാട് റീച്ചിലേക്ക് അത് പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഇങ്ങനെ, അതായത് നമ്മൾ റാൻഡമായിട്ട് ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളൊക്കെ പറയണത് അതെല്ലാം താങ്ക്സ് ടു യൂണിവേഴ്സ് നടക്കാറുണ്ട്, എല്ലാം നടക്കാറുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ, നമ്മൾ എല്ലാം നടക്കുമെന്ന് വിചാരിച്ച് വായി തോന്നണം മൊത്തം അങ്ങനെ ഇരുന്ന് പറഞ്ഞ് ഇതാ അങ്ങനെയല്ല. നമുക്ക് ലോജിക്കുള്ളതും വേണ്ടിയതും അങ്ങനെ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. നമുക്ക് ഒരാളൊരു ഉപകാരം ചെയ്തു അല്ലെങ്കിൽ ഒരു ഓപ്പൺ സ്പേസ് തന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടക്കുഞ്ഞിൻ്റെ സ്വഭാവം കാണിക്കരുത്. അതെല്ലാ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെ. സോ എനിക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഉണ്ടായത്. അത് വല്ലാത്തൊരു ശരിക്കും കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഉണ്ടാക്കിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു അനുഭവം വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 3 മണിക്കും 5 മണിക്കും ഇടയിലുള്ള ഒരു സമയം നിങ്ങൾ എഴുന്നേൽക്കുക. നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെഡിറ്റേഷൻസ് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ഓക്കെ, ചെയ്യുക. ആ നേരം കണ്ണടച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷ്വൽസ് കാണാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രത്യേക ഫീലിങ്സ് നിങ്ങൾക്ക് വരും. എന്തെങ്കിലും ശബ്ദം കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. ശേഷം എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം കൂടിയൊക്കെ ഒന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളുടെയും സൊല്യൂഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങളായിട്ട് തന്നെ വ്യാഖ്യാനിച്ചെടുക്കണം. നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് അത് വന്നിട്ട് മറ്റൊരാളോട് അല്ലെങ്കിൽ ഈവൻ എന്നോട് അല്ലെങ്കിൽ ഇങ്ങനെ കണ്ട് അങ്ങനെ ചോദിക്കരുത്. കാരണം നമ്മൾ ആഗ്രഹിച്ചതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അതൊരിക്കലും മറ്റൊരാൾക്ക് എനിക്കറിയില്ല അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, പക്ഷെ അതിനൊരു ലിമിറ്റേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. എപ്പോഴും കഴിവതും നമ്മളാൽ തന്നെ നമ്മളുടെ ഓരോ കുരുക്കുകൾ അഴിക്കുക, നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തുക. അത് കുറേ കൂടി നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കും, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇത് എന്താ പറയുക, ഇത് വർക്ക് ചെയ്യും. നമ്മുടെ ലൈഫിനൊരു മുതൽക്കൂട്ടായിട്ട് കൊണ്ടുപോകാൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും. തീർച്ചയായിട്ടും നിങ്ങളിത് സമയം കിട്ടുമ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യാനുള്ള സമയം 3 to 5 in between ആക്കി മാറ്റുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.